നമുക്കറിയാം വിജ്ഞാന കേരളത്തിൻ്റെ മുഖമായിട്ടുള്ള അതിൻ്റെ പ്രധാന സാരഥികളായിട്ടുള്ള തോമസ് ഐസക് നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. സഖാവെ, തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായിട്ടൊരു തൊഴിൽ പൂരം, എന്താണ് നമ്മളിതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്? എത്രത്തോളം ആളുകൾക്ക് ഇതിന് പൂരം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം, ഇന്ന് തുടങ്ങി മെയ് മാസം 24 വരെയുള്ള ദിവസങ്ങളിൽ ഒരു തൊഴിലിൻ്റെ വലിയ പൂരം, 20,000 പേർക്കെങ്കിലും തൊഴിൽ നൽകണമെന്നുള്ളതാണ് ലക്ഷ്യം. ഇത്രയധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്നത് കൊണ്ടാണ് ഇതിനെ പൂരം എന്ന് വിളിക്കാൻ തീരുമാനിച്ചത്. അതിന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് നടക്കുന്ന തൊഴിൽമേള ഒരു DWMS പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുള്ള ഏതാണ്ട് 1.5 ലക്ഷത്തോളം തൊഴിലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ 1 ലക്ഷം തൊഴിലുകൾ ഒറ്റയടിക്ക് സെലക്ഷൻ നടക്കത്തില്ല. ഒരു 3-4 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടേ അവർ തൊഴിൽ കൊടുക്കത്തുള്ളൂ. ഇന്നാകെ ചെയ്യുന്നത് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പ്, റെസ്യൂമേ സ്വീകരിക്കും. അത് പരിശോധിച്ച ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് ഇൻ്റർവ്യൂവിന് ക്ഷണിക്കാം. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഇന്ന് തന്നെ ഇൻ്റർവ്യൂ നടത്തി തൊഴിൽ നൽകുന്നവയാണ്. അപ്പോൾ ഏതാണ്ട് 25,000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 10,000 പേര് അഭിമുഖത്തിന് ഹാജരാകുമെന്ന് കരുതുന്നു. ഇതിൻ്റെ നമ്മൾ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ചെറിയൊരു അവിശ്വാസത്തിൻ്റെ ഉള്ള സത്യം പറയണമല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് 4 വർഷമായി തുടങ്ങിയിട്ടെങ്കിലും വേണ്ടത്ര ഫലപ്രാപ്തിയിലെത്തിയില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു അവിശ്വാസം പൊതുവിൽ നിലവിലുണ്ട്. അപ്പം ഞങ്ങൾ പരിശോധിച്ചു എന്തുകൊണ്ടത് ഇത്ര ഫലപ്രദമാവാത്തത്. ചില കാരണങ്ങൾ കണ്ടുപിടിച്ചു. ഒന്നാമത്തെ കാരണം, 18 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് സംശയം വന്നാൽ ചോദിക്കാൻ ആരുമില്ല. അങ്ങനൊരു സംവിധാനമില്ല. ഇപ്പോൾ ജില്ലയിൽ പ്രൊജക്റ്റ് മോണിറ്ററിംഗ് യൂണിറ്റ്, ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും ജോബ് സ്റ്റേഷനുകൾ, പിന്നെ പഞ്ചായത്ത് തലത്തിൽ ഫെസിലിറ്റേഷൻ സെൻറ്റർ, അങ്ങനെ സംവിധാനം വന്നു. ഇങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ ഉദ്യോഗാർത്ഥികളെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരണം തൊഴിൽമേളയിലേക്കായാലും ജോലിക്ക് അപേക്ഷിക്കാനും. കാരണം 18 ലക്ഷം പേരല്ലേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2-3 ലക്ഷം തൊഴിലുകൾ ലഭ്യമാണ്. ഈ പാരാവാരത്തിനിടയിൽ തനിക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്ന മറ്റൊരു സഹായം വേണം. നേരത്തെ അങ്ങനെ സഹായികളുണ്ടായില്ല. ഇപ്പോൾ എല്ലാ ജില്ലയിലും KRPമാരുണ്ട്. പിന്നെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും DRPമാരുണ്ട്. പിന്നെ ഏറ്റവും വാർഡ് തലത്തിൽ LRPമാരുണ്ട്. സഹായിക്കാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്നാമത്തത്, ഈ അഭിമുഖത്തിന് മുമ്പ് ചെറിയൊരു പരിശീലനം വേണം, നൈപുണ്യ പരിശീലനം വേണം. അതിന് ഞങ്ങൾ ഒരു 70,000 കോഴ്സുകളാണ് സർക്കാർ മേടിച്ച് ലൈസൻസിയായിട്ട് DWMS പ്ലാറ്റ്ഫോമിലുള്ളത്. അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ആർക്ക് വേണമെങ്കിലും, ഫ്രീ, ഒരൊന്നും കൊടുക്കണ്ട. പക്ഷേ അങ്ങനെ പഠിക്കില്ല. അതിനാരെങ്കിലുമൊക്കെ മെൻറ്റർമാർ വേണം സഹായിക്കാൻ. ഇപ്പം നമ്മൾ പ്രൊഫഷണൽ മെൻറ്റർമാരുണ്ടാക്കിയാണ്. അപ്പം 4 വർഷമായിട്ട് എന്തുകൊണ്ട് ഇതിങ്ങനെ ഫലപ്രദമായി നടന്നില്ല എന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അത് തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പഴയൊരു അവിശ്വാസം തുടരുകയാണ്. അപ്പോൾ അത് നമ്മുടെ തൊഴിൽപൂരം കഴിഞ്ഞ് ഒരു 20,000 പേർക്കൊരു മാസത്തിനുള്ളിൽ ജോലി കിട്ടുമ്പോൾ ഈ അവിശ്വാസം വിശ്വാസമായിട്ട് മാറും. ഇന്ന് തൊഴിൽപൂരത്തിന് എത്ര കമ്പനികൾ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നു? ഇത് ഇപ്പോൾ 150ഓളം കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. ലോക്കലായിട്ടും അല്ലാതെയുമായിട്ടുള്ളത്. കൂടുതലും പുറത്തുള്ള കമ്പനികളാണ്. പക്ഷെ ഇത് കഴിഞ്ഞാൽ ഉടനെ വേറൊന്ന് ആരംഭിക്കുകയും അത് പ്രാദേശിക തലത്തിലാണ് തൊഴിൽമേള നടക്കാം. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ സംരംഭങ്ങളുണ്ട്. ഈ സംരംഭകർക്ക് ജോലി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. 1 മാസത്തെ ശമ്പളം ഒരു കമ്മീഷൻ കൊടുത്ത്
ഏജൻസികൾ വഴിയാണ് പുറത്തുനിന്നും ഒക്കെ ആളെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ആവശ്യം എന്താ? നമ്മുടെ നാട്ടിൽ പുരുഷന്മാർ വേണ്ടത്ര ഇങ്ങനെ കിട്ടത്തില്ല. പക്ഷെ സ്ത്രീകൾ 25% ജോലി ചെയ്യുന്നുള്ളൂ വീടിന് പുറത്ത്. അപ്പോൾ വീട്ടമ്മമാരായിട്ട് കഴിയുക, നല്ല വിദ്യാഭ്യാസവും ഉണ്ട്. അപ്പം അതിൽ കുട്ടികളുടെ പ്രാരാബ്ദം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ വീടിനടുത്ത് തന്നെയാണ് തൊഴിലെങ്കിൽ അതിനുള്ള പരിശീലനം കൊടുത്താൽ അവർ ലഭ്യമായിരിക്കും, അവർ വരും. അങ്ങനെ ഒരു പരിപാടി പരീക്ഷിക്കാൻ പോവുകയാണ്. ജില്ലയിലെ മുഴുവൻ സംരംഭകരോടും നിങ്ങൾക്ക് ആൾ വേണം, പറ, ശരി, അടുത്ത വീട്ടിൽ നിന്ന് പ്രദേശത്ത് നിന്ന് ആളെ തിരഞ്ഞെടുത്തോളൂ, കണ്ടില്ലെങ്കിൽ ഞങ്ങൾ എത്തിച്ചു തരാം. നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്ത് സ്കില്ലാണ് വേണ്ടെന്ന് പറഞ്ഞേക്കൂ, സർക്കാർ ചിലവിൽ പരിശീലിപ്പിച്ചു തരും. അപ്പം അങ്ങനെ ഒരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുക. ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. അത് ഈ 1 മാസം തുടർച്ചയായിട്ടുണ്ടാവും. പിന്നെ ഗൾഫിലേക്കുള്ള 4-5 സംരംഭകരുടെ റിക്രൂട്ട്മെൻറ്റ് മെയ് 3-ാം വാരത്തിലുണ്ടാവും. അവസാനം തേക്കിൻകാട് മൈതാനത്ത് അവസാനിക്കാൻ പോണേ. നമ്മുടെ കോർപ്പറേഷൻ്റെ 25-ാം വാർഷികമാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട ഒരു 10,000 പേർക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 25-30 ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നഗരത്തിലുള്ള ഇങ്ങനെയുള്ള സംരംഭകരെ കണ്ട് തൊഴിൽ വേണോ, ഞങ്ങൾ ആളെ തരാം എന്നൊക്കെ പറഞ്ഞ് മേയറുടെ നേതൃത്വത്തിൽ ഇറങ്ങിയിരിക്കുക. ലേണിംഗ് സിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ഇതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സാഹിത്യ നഗരമായിട്ട് തൃശ്ശൂർ കോഴിക്കോടിനെടുത്ത പോലെ പഠനത്തിൻ്റെ നഗരമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കിൽ പഠനവും അതിൻ്റെ ഭാഗമാക്കി കോർപ്പറേഷൻ ലേണിംഗ് സിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 6 ദിവസം നീണ്ടു നിൽക്കുന്ന തൊഴിൽമേള തുടർച്ചയായിട്ട് തേക്കിൻകാട് മൈതാനത്ത് സംഘടിപ്പിക്കുകയാണ്. അതോടുകൂടിയാണ് തൊഴിൽ പൂരത്തിന് തിരിശീല വീഴുക.